എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പത്തരമാറ്റ് റിവ്യൂവിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ നവ്യയെ ചുറ്റിപ്പറ്റിയായിരുന്നു. വീട്ടിലേക്ക് തിരികെ എത്തുന്ന നവ്യ. മുഖത്ത് നിറയെ സങ്കടം. ഇത് കണ്ട ജലജയും അഭിയും ഒരുപാട് പേടിയിലാണ്. ജലജ അഭിയോട് പറയുന്നത്, ഒന്നും മിണ്ടാതെ ഇരിക്കേ. അവൾ എന്ത് പറഞ്ഞാലും കേൾക്കുക. കാരണം നവ്യയ്ക്ക് സത്യം എല്ലാം അറിയാമെങ്കിലേ കാര്യങ്ങൾ വളരെ അപകടകരമാകാം. നവ്യ വീട്ടിൽ കയറുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നു, എന്താണ് അവൾ അറിഞ്ഞത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ. പക്ഷേ നവ്യ വളരെ കൂൾ ആയി പ്രതികരിക്കുന്നു, ഞാൻ അമ്മയെ കണ്ടു, അതിൽ നിങ്ങൾക്ക് കാര്യമില്ല. ഈ ഒരു ഡയലോഗ് തന്നെ വലിയ ഷോക്ക്. റൂമിൽ എത്തിയപ്പോൾ അഭി നവ്യയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നവ്യ പൂർണ്ണമായി അവനെ അവഗണിക്കുന്നു. എനിക്ക് ഒന്നും പറയാനില്ല. ഇത് കേട്ടപ്പോൾ അഭി പൂർണ്ണമായി തകർന്നു പോകുന്നു. ഇതിനിടയിൽ ജലജയുടെ വലിയ പേടി. നവ്യ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കുമോ? അതിനാലാണ് റൂമിലെ എല്ലാ അപകടകരമായ സാധനങ്ങളും മാറ്റാൻ പറഞ്ഞത്. പക്ഷേ അതെല്ലാം മറികടന്ന് നവ്യ അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്ത് റൂമിലേക്ക് പോകുന്നു. ഒരു കുറിപ്പ് എഴുതുന്നു, എല്ലാവർക്കും നന്ദി. ആത്മഹത്യയ്ക്ക് തയ്യാറാകുന്ന നവ്യ. അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ. അത് നവ്യയെ തടയുന്നു. ഇവിടെ കഥയ്ക്ക് വലിയൊരു ട്വിസ്റ്റ്. നവ്യയുടെ മനസാക്ഷി അവളോട് പറയുന്നു, 99% സത്യം ആയിരിക്കാം. പക്ഷേ ആ 1% അതാണ് എല്ലാം മാറ്റുന്നത്. നവ്യ തീരുമാനിക്കുന്നു, 100% സത്യം അറിഞ്ഞതിനു ശേഷമേ ഞാൻ തീരുമാനമെടുക്കൂ. അതും കൂടാതെ അവൻ കുറ്റക്കാരനാണെങ്കിൽ ആദ്യം കുത്ത് അവനേക്ക്. ഇവിടെ നിന്നാണ് നവ്യയുടെ ഗെയിം തുടങ്ങുന്നത്. ഇനി അവൾ നേരിട്ട് അല്ലായ ബുദ്ധിയോടെ കളിക്കും. അഭിയുടെ മുന്നിൽ ഒരു മുഖം മൂടി, പിന്നിൽ രഹസ്യ അന്വേഷണം.